നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. യുവഭാരത് TV-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രാദേശികമായി ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ ജില്ലയിൽ അന്തിമഹാകാളൻ കാവെന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി അന്തിമഹാകാളൻ കാവിനെയും ക്ഷേത്ര ആചാരത്തെയുമൊക്കെ അവഹേളിക്കുന്ന തലത്തിലുള്ള പ്രവർത്തികളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അന്തിമഹാകാളൻ കാവിൽ ഇതിനു മുൻപുണ്ടായിരുന്ന വെളിച്ചപ്പാടിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഭഗവാന്റെ പ്രതിരൂപമായ വെളിച്ചപ്പാട് അരമണി കെട്ടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ വിവാദത്തിന് പിറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, അതേപോലെ തന്നെ നാമജപ സമിതികൾ, മുഴുവൻ ക്ഷേത്ര വിശ്വാസികളും അതിനെതിരെ പ്രതിഷേധിച്ചു. അതിനുശേഷം ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം എന്തായാലും സ്വയം ഒഴിഞ്ഞുപോയി. അങ്ങനെ പുതിയ ഒരു വെളിച്ചപ്പാടിനെ നിയമിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു, ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം. അതനുസരിച്ച് ദേവസ്വം ബോർഡ് ഇൻ്റർവ്യൂവിന് ആളുകളെ ക്ഷണിച്ചു. 10ഓളം പേര് ആ ഇൻ്റർവ്യൂവിന് അപേക്ഷ സമർപ്പിച്ചു. അതിൽ 7 പേരെ സെലക്ട് ചെയ്തു. ആ 7 പേരെ സെലക്ട് ചെയ്ത് തൊട്ട് അടുത്ത ദിവസം തന്നെ ഒരാൾക്ക് പോസ്റ്റിംഗ് ഉത്തരവ് കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ആ ഉത്തരവ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ദേവഹിതമോ നോക്കാതെ ദേവസ്വം ബോർഡിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് അനുഗുണമായ തരത്തിലുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചു. ചേലക്കരയിലെ വെങ്ങാനല്ലൂരിലുള്ള ജിത്തു എന്ന് പറയുന്ന അദ്ദേഹം ആ 7 പേരിൽ ഒരാളാണ്. അദ്ദേഹത്തിനാണ് ദേവസ്വം ബോർഡ് ആ ഉത്തരവ്, അതായത് അദ്ദേഹത്തെ സെലക്ട് ചെയ്തു എന്നുള്ള ഉത്തരവ് കൊടുത്തത്. അദ്ദേഹത്തെക്കാൾ യോഗ്യരായ ആളുകൾ അപ്പുറത്തുണ്ട്. എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, ക്ഷേത്ര ആചാരങ്ങളെ മാനിക്കുകയും ക്ഷേത്രങ്ങളിൽ പോകുകയും ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം ഈ ക്ഷേത്രത്തിൻ്റെ വെളിച്ചപ്പാടായി വരേണ്ട ആൾ. മാത്രവുമല്ല, ദേവഹിതം ദേവസ്വം ബോർഡ് നോക്കിയില്ല. സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ പ്രതിരൂപമായ വെളിച്ചപ്പാടിനെ അവരോധിക്കുന്നതിന് മുൻപ് നമ്മൾ ഭക്തജനങ്ങളും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന ഒരാൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഈ ദേവൻ അത് ഹിതമാണോ എന്ന് ഒരു പ്രശ്നവശാൽ, രാശിവശാൽ അത് നമ്മൾ നോക്കും. അങ്ങനെ നോക്കി കിട്ടുന്ന അവരുടെ പേരും നാളും ഭഗവാന്റെ നാളുമൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും അനുയോജ്യമായ ആളെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണിയാളുകൾ, പ്രത്യേകിച്ച് ചേലക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി നിശ്ചയിക്കുന്നത് പോലെയാണ് അവിടുത്തെ ആ ക്ഷേത്ര ഭരണം നടത്തുന്ന ക്ഷേത്ര ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് എന്നത് സങ്കടകരമായ കാര്യമാണ്. കാരണം ക്ഷേത്രത്തിലും കമ്മ്യൂണിസം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ക്ഷേത്രം, എന്ത് ആചാരം, എന്ത് അനുഷ്ഠാനം? ശബരിമലയിൽ പോയി തീർത്ഥം കൊടുത്തപ്പോൾ കൈ കഴുകിയ മാന്യനാണ് CPM-ൻ്റെ ഇവിടുത്തെ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൻ്റെ MP എന്ന് പറയുന്ന രാധാകൃഷ്ണൻ, ചേലക്കരക്കാരൻ. ഗുരുവായൂർ പോയിട്ട് അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച കേരള മുഖ്യമന്ത്രി CPM-കാരൻ. അപ്പോൾ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാത്ത, ആചാരാനുഷ്ഠാനങ്ങൾ അറിയാത്ത, ക്ഷേത്രത്തിൽ പോകാത്ത, ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴാൻ പോകാത്ത ഇത്തരം ആളുകളെ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിരൂപമായി കാണണമെന്ന് ദേവസ്വം ബോർഡ് അവരുടെ രാഷ്ട്രീയ തിട്ടൂരം ഇറക്കിക്കഴിഞ്ഞാൽ
അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിയർപ്പാണ് ആ ക്ഷേത്രം. ഞങ്ങളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ് ആ ക്ഷേത്രം. ഞങ്ങൾ പോയി അവിടെ ഇടുന്ന 1 രൂപയോ 5 രൂപയുടെയും 10 രൂപയുടെയും നാണയത്തുട്ടുകളാണ് ആ ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം. അല്ലാതെ വിശ്വാസമില്ലാത്ത അവിശ്വാസികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള ഫാക്ടറിയല്ല അന്തിമഹാകാളൻകാവ് ക്ഷേത്രമെന്ന് ഇവിടുത്തെ ദേവസ്വം ബോർഡ് മനസ്സിലാക്കിയാൽ നന്നു. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റ് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ, അവരുടെ അഭിമുഖം ഞാൻ കണ്ടിരുന്നു. അവർ കേസിന് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അവർ കേസിന് പോയാൽ തീർച്ചയായിട്ടും അവരുടെ ഒപ്പം ഞങ്ങളുണ്ടാകും. അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും, നിയമപരമായും അല്ലാതെയുമുള്ള എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ പ്രൊട്ടക്ഷനും പിന്തുണയും കൊടുക്കാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജിത്തു നമുക്ക് എല്ലാവർക്കും അറിയാം, വെങ്ങാനല്ലൂരിലെ കറകളഞ്ഞ CPM പ്രവർത്തകനാണ് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയ ഈ വെളിച്ചപ്പാടെന്ന് പറയുന്ന ആൾ. ക്ഷേത്രമില്ല, ദേവനില്ല, ദേവതയില്ല, ആചാരമില്ല, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഈ പാർട്ടിക്കാർക്ക് എങ്ങനെയാണ് അന്തിമഹാകാളൻ്റെ പ്രതിരൂപമായി മാറാൻ കഴിയുക? അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് നടപ്പാക്കിയ ഈ പദ്ധതിയിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ട് പോയില്ല എങ്കിൽ ദേവസ്വം ബോർഡിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ അന്തിമഹാകാളൻ കാവിനെ നിരന്തരമായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വിവാദ സ്ഥാപനമായി മാറ്റുന്ന തരത്തിലേക്ക്. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുവിൻ്റെ ആത്മീയ അടിത്തറയുടെ ഒരു കേന്ദ്രമാണ് അന്തിമഹാകാളൻ കാവ്. ആ ക്ഷേത്രത്തെ വിവാദ ഭൂമിയാക്കി നിരന്തരം ആർക്കൊക്കെയോ ചില താല്പര്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ വിവാദ ഭൂമിയാക്കി മാറ്റി വിവാദ സ്ഥാപനമാക്കി മാറ്റണമെന്നുള്ളത്. അത് CPM ദുഷ്ടലാക്കാണ്. CPM ലോക്കൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ നടപ്പാവില്ല. അതിനുവേണ്ടി ഓശാന പാടുന്ന ദേവസ്വം ഓഫീസറും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇത് തിരുത്തിയില്ല എങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം അവിടെ ഉണ്ടാകും. അത് നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് അന്തിമഹാകാളൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അന്തിമഹാകാളൻ നിങ്ങളെ കണ്ണ് തുറപ്പിക്കട്ടെ. എൻ്റെ അന്ത്യാള, നൻ്റെ തുണ നീ തന്നെയാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവസ്വം ഓഫീസറും ദേവസ്വം ബോർഡ് അംഗങ്ങളും കപട രാഷ്ട്രീയക്കാരും തിരുത്തിയില്ല എങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല. ആ അന്തിമഹാകാളൻ്റെ ആ തിരുമുന്നിൽ ഇത്തരം നെറികേടുകളും ക്രമക്കേടുകളും കാണിച്ച എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചാൽ, ഇതിന് മുൻ വെളിച്ചപ്പാടിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തിരുത്തിയില്ല എങ്കിൽ നിങ്ങൾക്കുള്ളത് മറുപടി അന്ത്യാളം തന്നെ തരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.